ടെമ്പിൾ കാണാം. പക്ഷെ ഇതിനകത്ത് കാണാം. వీడియో చేస్తారు.
സഭയുടെ ആദരവിന് ശേഷം യുവജന സംഘത്തിന്റെ ആദരവ് അർപ്പിക്കുകയാണ്. യുവജന സംഘത്തിന്റെ ആദരവ് അർപ്പിക്കാൻ വേണ്ടി യുവജന സംഘത്തിന്റെ പ്രസിഡന്റിനെയും ജനറൽ സെക്രട്ടറിയെയും മറ്റ് കേന്ദ്ര സമിതി അംഗങ്ങളെയും ക്ഷണിച്ചുകൊള്ളുന്നു. വേദം നീ വായിച്ചിട്ടുണ്ടോ? അതിൽ ജാതി എത്രയെന്ന് നീ കണ്ടിട്ടുണ്ടോ? വേദം നീ വായിച്ചിട്ടുണ്ടോ? അതിൽ ജാതി എത്രയെന്ന് നീ കണ്ടിട്ടുണ്ടോ? നീ കണ്ടിട്ടുണ്ടോ? നീ കണ്ടിട്ടുണ്ടോ? എങ്ങാന്യം കൂട്ടു സ്നേഹിത, എങ്ങാന്യം കൂട്ടു സ്നേഹിത. ഇതൊരു നൂറ്റാണ്ടുകൾക്ക് മുന്നേ എഴുതപ്പെട്ട പാട്ടുകളാണ്. ഈ വരികളുടെ പ്രസക്തിയാണ് PRDSന്റെ പ്രസക്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് കേൾക്കേണ്ടത് കുഞ്ഞുമക്കളാണ്. കാരണം സദാശിവമാഷം ഞാൻ വന്നപ്പോൾ തന്നെ പുള്ളിക്കാരനോട് സംസാരിച്ചിരുന്നു. ഇന്ത്യയിലെ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ജനങ്ങൾക്ക് ആത്മീയതയ്ക്കുള്ള ഒരേ ഒരു മാർഗം PRDS പോലെയുള്ള വളരെ ചെറിയ ചെറിയ ഇപ്പൊ PRDS വളരെ ചെറിയ സംഘടനയിലെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഞാൻ വിചാരിച്ചത് ഒരുപാട് സംഘടനകൾ നമുക്കുണ്ടല്ലോ. PRDS സംഘടനകളിൽ നിന്നും മാറി അതൊരു ആത്മീയ വഴിയായി തന്നെ നിലനിൽക്കുന്നത് വളരെയധികം അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് PRDSന്റെ യുവജന സംഘം അവരുടെ ഒരുപാട് പ്രൊജക്ടുകളെ കുറിച്ച് ഞാൻ വായിക്കുകയും മനോജേട്ടൻ എന്നെ നേരിട്ട് വന്ന് കാണുകയും നമ്മൾ ഒരുപാട് നേരങ്ങളിൽ മുന്നിലേക്ക് ചെയ്തിരുന്നു. അപ്പോ PRDS പോലെയുള്ള ഒരു സംഘടന എന്ന് ഞാൻ അതിനെ പറയുന്നില്ല. ഇതൊരു ദൈവിക വഴിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്, ഒരു ആത്മീയ വഴിയായിട്ടാണ് ഇങ്ങനെയൊരു വേദിയിൽ എനിക്ക് വരാൻ പറ്റിയത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ പറയാൻ വന്നത് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ബാബാ സാഹേബ് അംബേദ്കർ പറഞ്ഞിരിക്കുന്നത് പോലെ ജാതി എന്ന വിഷത്തെ ഇവിടെ നിന്നും തുടച്ചു നിൽക്കാതെ ഏത് വൈദേശിക മതങ്ങളും നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നാൽ അത് ജാതിയിൽ അധിഷ്ഠിതമായി മാത്രമേ വർക്കാകുകയുള്ളൂ. അതങ്ങനെയാണ് പണിയെടുക്കുന്നത്. അതിന് ഒരു ബദൽ വ്യവസ്ഥ തന്നെയാണ് PRDS എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജാതിരഹിത, മതരഹിത, അതേപോലെ തന്നെ ആത്മാഭിമാനവും ജനങ്ങളുടെ കൂട്ടായുള്ള അധ്വാനത്തിന്റെയും ഫലമാണ് നമ്മളിപ്പോൾ ഇന്ന് കാണുന്ന ഈ PRDSന്റെ ഭാവി വളർച്ചയ്ക്കും ഇനിയും പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾക്കും ഞാൻ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറപ്പു തരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ മാത്രമേ കൂട്ടത്തിൽ കളപ്പിട്ട് വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ കണ്ണിലേക്ക് മാറുന്നതാണ്. PRDSന്റെ ഭാവിയിലുള്ള എല്ലാ വർക്കുകൾക്കും എന്റെ എല്ലാവിധ ആശംസകളും. എനിക്കിപ്പോ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ ഏറ്റവും ബഹുമാന്യനായ ഒരു സാമൂഹിക നിരീക്ഷകനും ഒരു സിനിമ ആക്ടറും കൂടിയായ ഒരു ബഹുമാനപ്പെട്ട വ്യക്തി ഇന്ന് മരണപ്പെട്ടിരിക്കുന്നു. അപ്പൊ പുള്ളിക്കാരന്റെ മരണാനന്തര ചടങ്ങുകളിലേക്ക് പോകേണ്ടത് കൊണ്ട് മാത്രം ഞാൻ വേഗം പോവുകയാണ്. പക്ഷെ വേഗം എന്നതിനേക്കാൾ വലിയ വേദി, കൂടുതൽ പാട്ടുകളോടുകൂടി ഇച്ചിരി സന്തോഷിക്കുന്ന വേദി നമുക്ക് കാണാം. JP അത് മാണിക്ക തന്നെ എന്ന് അറിയുമ്പോ മനസ്സിന്റെ ആഴത്തിലോ മുറിയിലേ താരകത്തില ഒരു താരകത്തില ഇന്ന് കണ്ടില്ല എന്ന് നടിക്കലേ. ആ താരകമാനത്ത് മറയുമ്പോ ഇരുട്ടിരി വഴിയറിയാതെ കുടിക്കില്ലേ. മാണിക്കത്തില ഒരു കല്ലെന്ന് നിനച്ച് നീ കളയല്ലേ. അത് മാണിക്ക തന്നെ എന്ന് അറിയുമ്പോ മനസ്സിന്റെ ആഴത്തിലോ മുറിയില്ലേ. മനുഷ്യനല്ല, തനിമയിലാരും മണ്ണിൽ ജനിച്ചിട്ടില്ല. കഴിവറയില്ലാതെ പിറവിയില്ല, കണ്ണീരില്ല, കാവ്യമില്ല. താങ്ക് യു സോ മച്ച്.